ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ഫിഫ്ത്ത് സെമിസ്റ്ററിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ മൊഡ്യൂൾസിൽ നിന്നും വന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ലാസ്റ്റ് വരെയും കാണുക. അതേപോലെ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോവാം. ഗൈസ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെയും പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് പഠിക്കുക മൊഡ്യൂൾ ടു ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു മൊഡ്യൂളാണ് ഈ സബ്ജക്റ്റിൽ. ഫസ്റ്റ് മൊഡ്യൂൾ 1 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് എല്ലാം ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ സെക്ഷൻ എയിൽ 2 മാർക്സ് ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മീനിങ് ഓഫ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടൈം വാല്യൂ ഓഫ് മണി, ഡബ്ലിംഗ് പീരീഡ് ആൻഡ് ഫിനാൻസ് ഫങ്ഷൻ. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ 2 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കാം. അതേപോലെ സെക്ഷൻ ബിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. അത് 5 മാർക്സിനും 15 മാർക്സിനും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തായാലും അത് പഠിച്ചിട്ട് പോവുക. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സിക്യൂട്ടീവ് ആൻഡ് റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ. നിങ്ങൾ അതും പഠിക്കുക സെക്ഷൻ ബിയിൽ കേട്ടോ. ഇനി സെക്ഷൻ സിയിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തിയറി ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ സെക്കൻഡ് വൺ ആണ് ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതും പഠിക്കാം. ശ്രദ്ധിക്കുക, ഞാനിവിടെ പ്രോബ്ലംസിൻ്റെയൊക്കെ ടെക്സ്റ്റിലുള്ള പേജ് നമ്പേഴ്സൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ റെഫർ ചെയ്യണത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ഓതർ ഡോക്ടർ ജയൻ്റെ ആണ്. ഓക്കെ, ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ ഒരു ഇമേജ് ഇവിടെ കൊടുക്കാം. അപ്പം ഞാൻ ആ ഒരു ടെക്സ്റ്റിൻ്റെ ബേസിലായിരിക്കും പേജ് നമ്പേഴ്സൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട 3 പ്രോബ്ലംസ് ഞാൻ ഇവിടെ പേജ് നമ്പർ 35 ആണ്. ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ടെക്സ്റ്റിൻ്റെ പേജ് നമ്പർ 35 ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതും ഷുവറായിട്ടും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 2, അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് 1 സോഴ്സസ് ഓഫ് ഫിനാൻസ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് സെക്ഷൻ ബിയിലും സിയിലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ഫിനാൻസ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഫിനാൻസിങ്. പേജ് നമ്പർ 39 ഫോർത്ത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പഠിക്കുക. 5 മാർക്സിനും 15 മാർക്സിനും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഡിഫൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 2 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കാം. ഡിഫൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുക. അതേപോലെ 5 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, അതേപോലെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പിന്നെ 2 പ്രോബ്ലംസ് ഉണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം പഠിക്കുക. ആൻഡ് ലാസ്റ്റ് റെഡീമബിളിൻ്റെയും ഇറഡീമബിളിൻ്റെയും ഫോർമുലാസും പഠിക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ആഫ്റ്റർ ടാക്സും ബിഫോർ ടാക്സിൻ്റെയും ഫോർമുലാസും പഠിക്കുക. ഈ ഒരു യൂണിറ്റ് 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് പഠിക്കാം. നെക്സ്റ്റ് യൂണിറ്റ് 3 ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ലിവറേജ്. അപ്പോൾ ഇതിൽ സെക്ഷൻ എയിൽ പഠിക്കേണ്ട 2 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ഡിഫൈൻ ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ഗിയറിംഗ് ആൻഡ് ലിവറേജ്. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ 2 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കുക. അതേപോലെ സെക്ഷൻ ബിയിൽ 5 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതേപോലെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതൊരു നിങ്ങൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഓൺ വേർഡ്സിൽ പഠിക്കുക, അതിൻ്റെ ഹെഡിങ്ങും പഠിക്കുക, എക്സ്പ്ലനേഷനും പഠിക്കുക. എന്നിട്ടാണ് പേജ് നമ്പർ 106 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് വണ്ണാണ് ടൈപ്സ് ഓഫ് ലിവറേജും പഠിക്കുക. ഓക്കെ, അപ്പോൾ 5 മാർക്സിന് വേണ്ടിയിട്ട് ഇത്രയും ടോപ്പിക്കുകൾ ഈ ഒരു യൂണിറ്റ് 3 നിന്ന് പഠിക്കാം. സെക്ഷൻ സിയിൽ 15 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് EPS. ഇമ്പോർട്ടൻ്റ് ആണ്, ഏണിംഗ് പെർ ഷെയർസ്. അതിൻ്റെ ഒരു ഏണിംഗ് പെർ ഷെയർസിൻ്റെ കമ്പ്യൂട്ടേഷൻ പഠിക്കുക. ഇല്ലുസ്ട്രേഷൻ 1 ചെയ്യുക. അത് 1
10 110 പേജ് നമ്പർ 110 ഇല്ലുസ്ട്രേഷൻ 1 നിങ്ങൾ അത് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വന്നൊരു പ്രോബ്ലമാണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് പ്രോബ്ലം. അതൊരു ഇല്ലുസ്ട്രേഷൻ 2 പേജ് നമ്പർ 113 ഒരു ഇല്ലുസ്ട്രേഷനും വർക്കൗട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് കമ്പൈനഡ് ലിവറേജിൻ്റെ പ്രോബ്ലം നിങ്ങൾ പഠിക്കുക. ഇല്ലുസ്ട്രേഷൻ 4, 5, 6 പ്രാക്ടീസ് ചെയ്യുക. ഞാനിവിടെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഈ ഒരു മൊഡ്യൂളിൽ സെക്ഷൻ എയിൽ 2 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട 2 ടോപ്പിക്കുകളാണ് ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇത് രണ്ടും പഠിച്ചിട്ട് പോവുക. അതേപോലെ 5 മാർക്സിന് സെക്ഷൻ ബിയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു 4 ഫാക്ടേഴ്സ് ഉണ്ട്, അത് പഠിക്കുക. അപ്പോൾ ഈ 2 ടോപ്പിക്കുകളും 5 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കാം. ഒന്നുകൂടി പറയാം, സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി 15 മാർക്കിന് പഠിക്കേണ്ട പ്രോബ്ലംസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറഞ്ഞൊരു അതിൻ്റെ മെത്തേഡ്സ് പഠിക്കുക. അതിൽ പേ ബാക്ക് പീരീഡ് പഠിക്കുക. പേ ബാക്ക് പീരീഡാണ് ട്രഡീഷണൽ മെത്തേഡിൽ. പേ ബാക്ക് പീരീഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ പഠിക്കുക. ഈ 2 മെത്തേഡ്സിൻ്റെയും പ്രോബ്ലം പഠിക്കുക. അതേപോലെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അതേപോലെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അതേപോലെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് പഠിക്കുക. ലാസ്റ്റ് വണ്ണാണ് ഡിസ്കൗണ്ടഡ് PBP മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഞാനിവിടെ കൊടുത്തേക്കണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസും വർക്കൗട്ട് ചെയ്യുക. മൊഡ്യൂൾ 4 മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഒരു മൊഡ്യൂളിൽ സെക്ഷൻ എയിൽ 2 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഡെഫിനിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് മീനിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതേപോലെ 5 മാർക്സിന് സെക്ഷൻ ബിയിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ് കോൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതേപോലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും പഠിക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. അതേപോലെ സെക്ഷൻ സിയിൽ 15 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അത് പഠിക്കുക. അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതും വർക്കൗട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും അത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിൽ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ 5 ഡിവിഡൻഡ് ഡിസിഷൻ. ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് സെക്ഷൻ എയിൽ 2 മാർക്സ് ക്വസ്റ്റ്യനിൽ മീനിങ് ഓഫ് ഡിവിഡൻഡ് പഠിക്കുക, ഡിവിഡൻഡ് പോളിസി, സ്റ്റോക്ക് സ്പ്ലിറ്റ് ആൻഡ് റിവേഴ്സ് സ്പ്ലിറ്റ് പഠിക്കുക. ഓക്കെ, 2 മാർക്സിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക് സ്പ്ലിറ്റും റിവേഴ്സ് സ്പ്ലിറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കുക. അതേപോലെ സെക്ഷൻ ബിയിൽ 5 മാർക്സ് ക്വസ്റ്റ്യനിൽ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ് പഠിക്കുക, ഫോംസ് ഓഫ് ഡിവിഡൻഡ് പഠിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ചിലപ്പോൾ 15 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബോണസ് ഇഷ്യൂവിൻ്റെ മെറിറ്റ്സും പഠിക്കുക, ഡിമെറിറ്റ്സും പഠിക്കുക. ഓക്കെ, അതേപോലെ സെക്ഷൻ സിയിൽ 15 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ഈ ഒരു മൊഡ്യൂൾ 5 നിന്ന് പഠിച്ചിട്ട് പോവുക. ഇത്രേ ഉള്ളൂ. മൊഡ്യൂൾ വൈസ് ആയിട്ട് ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാനിവിടെ എല്ലാ കൊടുത്തേക്കണം, മൊഡ്യൂൾസും പഠിക്കുക. അതേപോലെ ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടില്ലേ, അതും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്താൽ എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അതേപോലെ ഞാനിവിടെ ഏറ്റവും ലാസ്റ്റ് ഒന്നുകൂടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതും നോക്കുക. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ്, അതും നിങ്ങൾ നോക്കുക. പിന്നെ എന്തായാലും പഠിച്ചിട്ട് പോകുക. ഞാനിവിടെ പറഞ്ഞേക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഷുവറായിട്ട് ഈ ഒരു എക്സാമിന് പാസ്സാവാൻ പറ്റും. ഓക്കെ.